വർക്കലയിൽ സിപിഎമ്മിന് തിരിച്ചടി. സിപിഎം ഏരിയ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ബിജെപി പ്രാദേശിക പ്രതിഷേധത്തെ തുടർന്ന് ബിഡിജെഎസിൽ നിന്ന് സീറ്റ് ഏറ്റെടുത്താണ് സ്മിത സുന്ദരേശനെ ബിജെപി സ്ഥാനാർത്ഥിയാക്കിയത്. സിപിഎമ്മിന്റെ മൂല്യച്യുതിയാണ് പാർട്ടി വിടാൻ കാരണമെന്ന് സ്മിത സുന്ദരേശൻ പറഞ്ഞു. സിപിഎം എന്ന പാർട്ടി ഇന്നിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി അതുതന്നെയാണ് എന്നെ ഇതിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിച്ചത്. സിപിഎം എന്ന് പറയുന്ന പാർട്ടിയിലെ എന്താ പറയണ്ടേ, സ്വജനപക്ഷപാതം അല്ലെങ്കിൽ വ്യക്തി താല്പര്യം, സ്വാർത്ഥ താല്പര്യം ഒക്കെ മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരവർക്ക് താല്പര്യമുള്ള വ്യക്തികൾ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ അല്ലെങ്കിൽ സംഘടനാ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു പോക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിഡിജെഎസ് സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ച് ബിജെപി ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശം പ്രചരിപ്പിച്ചിരുന്നു. വർക്കല കഹാറിന് വോട്ട് മറയ്ക്കാനായിരുന്നു ആഹ്വാനം. കെ അരുൺകുമാർ വിവരങ്ങൾ നൽകും. അരുൺകുമാർ പറഞ്ഞോളൂ. തിരുവനന്തപുരം ജില്ലയിൽ നേമവും വട്ടിയൂർക്കാവും അതുപോലെ തന്നെ കഴക്കൂട്ടവും കഴിഞ്ഞ് ബിജെപിക്ക് നല്ല രീതിയിൽ വളർച്ചയുള്ള ഒരു മണ്ഡലമാണ് വർക്കല നഗരസഭയിൽ. വർക്കല നഗരസഭയിലും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ മത്സരങ്ങളെല്ലാം ബിജെപിക്ക് നല്ല തോതിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വർക്കലയിൽ നല്ല തോതിലുള്ള ലീഡ് വി മുരളീധരന് ഉണ്ടാക്കാൻ കഴിഞ്ഞ ആ മണ്ഡലത്തിൽ. അപ്പോൾ ആ മണ്ഡലമാണ് ഇപ്പോൾ ബിഡിജെഎസിന്റെ വിട്ടുകൊടുത്തിലാണ് പ്രാദേശികമായി ബിജെപിയിൽ ജില്ലാ നേതൃത്വത്തിലും പ്രാദേശിക നേതൃത്വവും വലിയ എതിർപ്പ് ഉയർത്തിയിരുന്നു. അതിനിടയിലാണ് ഒരു സിപിഎം നേതാവിനെ തന്നെ ബിജെപിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. വർക്കല ബ്ലോക്ക് പഞ്ചായത്തിൽ ഒറ്റൂർ ഡിവിഷനിലെ അംഗമാണ്, മുൻ പ്രസിഡന്റാണ്. അതുപോലെ തന്നെ നിലവിൽ സിപിഎമ്മിന്റെ വർക്കല ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു. ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന പദവി രാജിവെച്ചതിന് ശേഷമാണ് ബിജെപിയിൽ ഇപ്പോൾ അംഗത്വം എടുത്തിരിക്കുന്നത്. നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അപ്പോൾ വർക്കലയിൽ ബിജെപി തിരുത്തലിന് തയ്യാറാവുകയാണ്. പ്രാദേശിക എതിർപ്പാണ് കാരണമെന്ന് മനസ്സിലാക്കാം അല്ലേ? അത് തീർച്ചയായും അവിടെ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള പ്രാദേശികമായ എതിർപ്പ്. കാരണം ഈ വർക്കലയിൽ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ബിജെപി നേരത്തെ തന്നെ വിലയിരുത്തുകയാണ്. അത്തരത്തിലൊരു ആവേശത്തിലേക്കായിരുന്നു ഒരു ബിജെപി സ്ഥാനാർത്ഥിയായ ഒരു പ്രമുഖ നേതാവായിരിക്കും അവിടെ വരിക എന്നതായിരുന്നു അവിടെ പ്രാദേശിക നേതൃത്വം കണക്കാക്കിയിരുന്നത്. മാത്രമല്ല അവിടെ നിന്നുള്ള പ്രാദേശിക ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ള ചർച്ചകളൊക്കെ സജീവമായിരുന്നു. അപ്പോഴാണ് ബിഡിജെഎസിനെ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനം സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഉണ്ടായത്. അത് വലിയ തോതിൽ അവിടെ പ്രാദേശികമായ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇപ്പോൾ സീറ്റ് തിരിച്ചെടുക്കുക എന്ന് മാത്രമല്ല, നിലവിലെ അവിടെ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ അംഗമായിട്ടുള്ള സിപിഎമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗവും മുൻ അവിടുത്തെ ഈ സുന്ദരേശൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബിജെപിയിൽ ചേർന്നിരിക്കുന്ന സ്മിത സുന്ദരേശന്റെ അച്ഛൻ അവിടെ വർക്കല ഏരിയ കമ്മിറ്റി അംഗവും അവിടുത്തെ പ്രമുഖ നേതാവുമായിരുന്നു. അവിടുത്തെ സഹകരണ സംഘത്തിന്റെയൊക്കെ ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. സിപിഎമ്മിന്റെ ജില്ലയിലെ ഒരു പ്രമുഖ നേതാവായിരുന്നു ഈ അഡ്വക്കേറ്റ് സുന്ദരേശൻ. അദ്ദേഹത്തിന്റെ മകളാണ് സ്മിത സുന്ദരേശൻ. അങ്ങനെ അവിടെ ഒരു സിപിഎമ്മിനെ വലിയ തോതിൽ തന്നെ വെട്ടിലാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ഈ രാജിയും അതുപോലെ തന്നെ ബിജെപിയിലേക്കുള്ള വടക്കവും നടന്നിരിക്കുന്നത്. അപ്പം ബിജെപിക്ക് രണ്ട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ. ഒന്ന്, അവിടുത്തെ ഒരു സിപിഎം നേതാവിനെ പാർട്ടിയിൽ കൊണ്ടുവരുന്നതിനോടൊപ്പം അവിടെ അണികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആ പറയുന്ന വികാരം, ആ പ്രതിഷേധം തണുപ്പിക്കാൻ ഒരു ബിജെപി തന്നെ സീറ്റ് വാങ്ങിക്കുകയും സിപിഎമ്മിൽ നിന്ന് സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കുക വഴി അവിടെ ഉണ്ടാകുന്ന പാർട്ടിയിലുണ്ടാകുന്ന ഉൾപാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്നാണ് പാർട്ടിയുടെ നിലവിലുള്ള വിലയിരുത്തൽ. എന്തായാലും ബിജെപിയിലേക്ക് സിപിഎമ്മിന് വലിയ തിരിച്ചടി എന്നതുപോലെ തന്നെ സിപിഎം മുൻ ജില്ലാ സെക്രട്ടറിയുടെ തട്ടകത്തിലാണ് ഈ ചുവടുമാറ്റം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. സിപിഎമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറി വി ജോയി അവിടെ മത്സരിക്കുന്നു. അപ്പൊ സിപിഎമ്മിന് മാത്രമല്ല മുൻ ജില്ലാ കമ്മിറ്റി അംഗവും സിപിഎമ്മിന്റെ അവിടുത്തെ ഏരിയ സെക്രട്ടറിയുമായ സുന്ദരേശൻ, അദ്ദേഹത്തിന്റെ കുടുംബവും വലിയൊരു കുടുംബവും ഒക്കെ അവിടെ പാർട്ടിയുടെ ഒരു നെറ്റ്വർക്കിൽ പെടുന്ന ആൾക്കാരാണ് ഈ സുന്ദരേശന്റെ ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ മകൾ തന്നെയാണ്. മാത്രമല്ല നിലവിൽ സിപിഎമ്മിന്റെ പാനലിൽ ഒരു 2-3 മാസം മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്മിത സിപിഎം അംഗമായിട്ടാണ് ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുകയും സിപിഎം അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മുൻ പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്മിതയെ പരിഗണിച്ചിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു സിപിഎമ്മിനകത്ത്.
സ്മിതയും ചില ഗ്രൂപ്പ് പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ BDJSന് സീറ്റ് കൊടുത്തതുമായ പ്രശ്നം വരുന്നതും സ്മിതയുമായി BJPയുടെ നേതൃത്വം ചർച്ച നടത്തുന്നതും പാർട്ടി വിടാൻ തയ്യാറായി BJPയിലേക്ക് ചേരാൻ തയ്യാറാവുകയും ചെയ്തത്. അപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി ഒരു ദിവസം ബാക്കി നിൽക്കുകയാണ്. അവിടെ ഇപ്പോൾ പൊതുവെ പറഞ്ഞു വരുന്ന രീതിയിൽ വർക്കലയിൽ BJP ഒരു വിസ്മയം തീർത്തിരിക്കുന്നത്. തീർച്ചയായും വർക്കല BJP ഏറ്റെടുക്കുകയാണ്. വർക്കലയിൽ BJP തിരുത്തലിന് തയ്യാറാകുന്നു എന്ന് വ്യക്തമായി പറയാം. എന്തായാലും LDFന്റെ സിറ്റിംഗ് MLAയും ഒപ്പം UDFന് വർക്കല കഹാർ മുൻ MLA ആയ വർക്കല കഹാറുമാണ് കളത്തിലുള്ളത്. അവിടേക്കാണ് ഇപ്പോൾ BJP കൂടി എത്തുന്നത്. എന്തായാലും CPMലെ പടലപ്പിണക്കങ്ങൾ സാധ്യതയാക്കുകയാണ് BJP എന്ന കാര്യത്തിൽ സംശയമില്ല. അരുണാണ് വിവരങ്ങൾ നൽകിയത്.